ഞാൻ ഇന്നലെ കേരള കോൺഗ്രസ്സുകാരനായ ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ 2 ദിവസം മുമ്പ് കൊല്ലം ജില്ലയിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും കേരള കോൺഗ്രസ് നേതാവുമായ കുളത്തൂർ കുഞ്ഞകൃഷ്ണപിള്ളയുടെ മരണവും ആ മരണ വീട്ടിൽ പാർട്ടി ചെയർമാൻ പി.ജെ. ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് വന്ന കാര്യമൊക്കെ ആ സുഹൃത്ത് പങ്കുവച്ചു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ തൊഴിലാളി സംഘടനയായ KTUCയുടെ സംസ്ഥാന പ്രസിഡന്റായി വളരെ നാൾ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് കുളത്തൂർ കുഞ്ഞകൃഷ്ണപിള്ള. മാത്രമല്ല പാർട്ടി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ഒക്കെ ആയിരുന്നു. എന്നും പി.ജെ. ജോസഫിനോടൊപ്പം മാത്രം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള കുഞ്ഞകൃഷ്ണപിള്ള പാർട്ടി പിളർന്ന കാലങ്ങളിലെല്ലാം പി.ജെ. ജോസഫിനോട് കൂറ് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തോടൊപ്പം കട്ടയ്ക്ക് നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വിശ്വസ്തനായിട്ടാണ് കാലങ്ങൾക്ക് മുൻപേ മുതൽ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ജോസഫ് ഗ്രൂപ്പിന്റെ കൊല്ലം ജില്ലയിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു കുളത്തൂർ കുഞ്ഞകൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ മരണത്തോടനുബന്ധിച്ച് എല്ലാ രാഷ്ട്രീയക്കാരും അനുകരിക്കേണ്ട ഒരു സംഭവം ഉണ്ടായി. മരണാനന്തര ചടങ്ങുകൾക്ക് വന്നവരെയും കണ്ടവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു മാതൃകയായിരുന്നു. പി.ജെ. ജോസഫിന് ആരോഗ്യ സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് എത്തിച്ചേരാനും ചടങ്ങിൽ പങ്കെടുക്കാനും സാധിക്കാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് എത്തിയത്. വിവരമറിഞ്ഞ ഉടനെ അവിടെ എത്തി കുടുംബാംഗത്തെ പോലെ വന്നവരെ സ്വീകരിച്ചും വർത്തമാനം പറഞ്ഞും ചടങ്ങുകളുടെ ആദ്യ അവസാനം വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും, പ്രത്യേകിച്ച് വളർന്നു വരുന്ന ചെറുപ്പക്കാർ അനുകരിക്കേണ്ട ഒരു മാതൃക തന്നെയാണ് ഇതെന്ന് എൻ്റെ സുഹൃത്ത് പങ്കുവച്ചത്. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാർ ഇതുപോലെ മരണ വീടുകളിലും കല്യാണ വീടുകളിലും ഒക്കെ ഒരു പേരിന് ഓട്ടപ്രദക്ഷിണം നടത്തി പോവുകയാണ് പതിവ്. ഇവരെല്ലാം പാർട്ടിക്ക് വേണ്ടി എന്ത് സേവനം ചെയ്തുവെന്നോ എത്ര നാൾ സേവനം ചെയ്തുവെന്നോ ഒന്നും ഒരു നേതാവും ചിന്തിക്കാറില്ല. പലപ്പോഴും നേതാക്കന്മാർ താഴെയുള്ളവരെല്ലാം കൂലിക്കാരാണെന്നും അവരെല്ലാം തങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരാൻ ബാധ്യസ്ഥരാണെന്നുമുള്ള ചിന്തയാണ് അവരെ നയിക്കുന്നത്. എന്നാൽ തങ്ങളിൽ ഒരുവനായി സഹപ്രവർത്തകരെ കാണാൻ പല രാഷ്ട്രീയ നേതാക്കന്മാരും തയ്യാറാകുന്നില്ല. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തവർക്ക് ഒരു അംഗീകാരം എന്ന നിലയിലാണ് അവരുടെ വീട്ടിൽ നടക്കുന്ന ഇതുപോലെയുള്ള ചടങ്ങുകളിൽ നേതാക്കന്മാർ ചെല്ലേണ്ടത്. അത് അവർക്കൊരു അഭിമാനം കൂടിയാണ്. എൻ്റെ പാർട്ടിയുടെ നേതാവ് വന്നു, ആദ്യാവസാനം വരെ ഉണ്ടായിരുന്നു, ഇതൊരു 10 പേരോട് ആ പാർട്ടിക്കാരൻ പറയും. മാത്രമല്ല അവിടെ വരുന്നവരുടെയും മനസ്സിൽ അവരെക്കുറിച്ചുള്ള ബഹുമാനം വർദ്ധിക്കത്തേയുള്ളൂ. എന്നാൽ പലരും അങ്ങനെയല്ല. പേരിന് വേണ്ടി ഒരു വഴിപോക്കനെ പോലെ ഒന്ന് കയറി ഹാജർ വെച്ചിട്ട് പോകും. ഇവൻ്റെയൊക്കെ തലയെടുത്ത് പിടിച്ച് നിൽക്കുന്നത് സാധാരണക്കാരായ പ്രവർത്തകരുടെ കയ്യിലാണെന്ന ചിന്ത ഇവരിൽ ആർക്കുമില്ല. പട്ടിയെപ്പോലെ പണിയെടുത്ത പല പ്രവർത്തകരുടെയും മക്കളുടെ വിവാഹത്തിന് ഈ നേതാക്കന്മാരെയൊക്കെ വിളിക്കുമ്പോൾ ചെല്ലാറില്ലെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിനെല്ലാം ഒരു മാതൃകയാണ് അപ്പു ജോൺ ജോസഫ് ചെയ്തത്. തൻ്റെ പിതാവിൻ്റെ കൂടെ രാപകൽ പാർട്ടിക്ക് വേണ്ടി ഓടി നടന്ന മുതിർന്ന നേതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ കിലോമീറ്ററുകൾ താണ്ടി ഓടിയെത്തി ആദ്യാവസാനം പങ്കെടുത്ത് മാതൃക കാണിച്ച അപ്പു ജോൺ ജോസഫിന് ഒരു നല്ല നമസ്കാരം.